മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പേവാർഡുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ പേവാർഡുകൾ കിട്ടാനില്ലാത്ത സ്ഥിതിയുള്ളപ്പോഴാണ് മലപ്പുറത്തെ ഈ കാഴ്ച. വാർഡുകളിൽ രോഗികൾ തിങ്ങി നിറയുമ്പോൾ പേവാർഡുകൾ അവിടെ കാലിയായി കിടക്കുകയാണ്. രോഗികൾക്ക് പേവാർഡ് റഫർ ചെയ്യാൻ ഡോക്ടർമാർ മടിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം. ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലെ മാനദണ്ഡമാണ് ഇതിന് തടസ്സമെന്നാണ് അധികൃതരുടെ വിശദീകരണം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പേവാർഡിന് രോഗികൾ കൈ ഒഴിയുകയാണ്. ഇവിടെ ആകെയുള്ളത് 40 ബെഡുകൾ, ആകെയുള്ള രോഗികൾ 5 മാത്രം. എന്തുകൊണ്ടാണ് രോഗികൾ പേവാർഡിലേക്ക് വരാത്തത്? മെഡിക്കൽ കോളേജിലെ OPയിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് പേവാർഡ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഹെൽത്ത് ആൻഡ് റിസർച്ച് വെൽഫെയർ സൊസൈറ്റിയാണ് നടത്തിപ്പുകാർ. പേവാർഡിൽ ആകെ 40 രോഗികൾക്ക് താമസിക്കാനാകും. 400, 500, 550 എന്നിങ്ങനെ ദിവസ വാടകയ്ക്ക് റൂം ലഭിക്കും. തുച്ഛമായ വിലക്ക് റൂം ലഭ്യമായിട്ടും രോഗികൾ എത്തുന്നില്ല. പേവാർഡിൽ ICU, ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സംവിധാനങ്ങളില്ല. ഡോക്ടേഴ്സും 200 മീറ്റർ നടന്ന് തന്നെ പേവാർഡിലെത്തണം. ഇതാണ് ഡോക്ടേഴ്സ് പേവാർഡ് ശുപാർശ ചെയ്യാതിരിക്കാൻ കാരണമെന്നാണ് സൂചന. ഡോക്ടേഴ്സ് ഒപ്പിട്ട് നൽകിയാൽ മാത്രമാണ് രോഗികൾക്ക് പേവാർഡ് ലഭിക്കുകയുള്ളൂ. നമ്മൾ കാത്തിരിക്കണം, കാരണം അത്രക്കും തിരക്കായിരുന്നു പേവാർഡിൽ. ഇപ്പോൾ അതായത് 40 റൂമാണ് പേവാർഡിലുള്ളത്. ഇപ്പോൾ ആകെ 5 or 6 പേഷ്യൻ്റാണെന്നുള്ളത്. ഗർഭിണികൾക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് പേവാർഡ് എടുക്കുന്നത്. കാരണം പെട്ടെന്ന് പ്രസവവേദന വന്നു കഴിഞ്ഞാൽ ലേബർ റൂമിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ജനനി സുരക്ഷാ യോജന പദ്ധതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ പേവാർഡിനകത്ത് കിട്ടും. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പേവാർഡിൽ നിന്ന് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഡോക്ടർമാർ ഇത് വരാത്ത ഒരു സ്ഥിതിഗതികളുമാണ് ഈ പേവാർഡിനകത്ത് ഇപ്പോൾ വളരെയധികം തിരക്ക് കുറവുള്ളത് എന്നുള്ളതാണ്. ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളിൽ പേവാർഡ് ഉൾപ്പെടുന്നില്ല. ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്ക് റൂം അനുവദിക്കാൻ ഇതാണ് ബുദ്ധിമുട്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കൂട്ടിയിരിപ്പുകാർക്ക് മാത്രമായി റൂം നൽകാൻ വ്യവസ്ഥയുമില്ല. രോഗികൾ എത്താതെ ആയതോടെ KHRWS ജീവനക്കാരെ സ്ഥലം മാറ്റാൻ തുടങ്ങി. 3 പേവാർഡ് അസിസ്റ്റന്റുമാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 2 പേർ മാത്രമാണുള്ളത്. വാടക വരുമാനവും ഗണ്യമായി കുറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് പേവാർഡ് നിറഞ്ഞു കവിഞ്ഞ് രോഗികൾ ബുക്ക് ചെയ്ത് കാത്തിരിപ്പായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ രോഗികളെ പേവാർഡിൽ നിന്നും അകറ്റാനുള്ള ഈ നീക്കം വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഈ സേവനം തന്നെ ഇല്ലാതെയാകാൻ ഇത് കാരണമാകും. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.